കരിപ്പൂർ എയർപോർട്ടിൽ യാത്രക്കാരന് ക്രൂരമർദ്ദനം. മലപ്പുറം വെള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. മാതാവിനൊപ്പം ഉംറ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ടോൾ ജീവനക്കാരൻ മർദ്ദിച്ചെന്നാണ് പരാതി. 30 മിനിറ്റിനുള്ളിൽ മടങ്ങിയിട്ടും 1 മണിക്കൂറിന്റെ ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്താണ് മർദ്ദനത്തിന് കാരണമെന്ന് റാഫിദ് പറഞ്ഞു. 6 പേരടങ്ങുന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. റാഫിദ് കൊണ്ടോട്ടി കുന്നുമ്മൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പിയുടെ വിശദാംശങ്ങളുമായി. അഷ്കർ, എന്തിനായിരുന്നു മർദ്ദനം? ഈ പരിക്കേറ്റ ആൾക്ക് വലിയ പരിക്കുകളുണ്ടോ? എന്താണ് കാരണം? എന്താണ് മർദ്ദനത്തിന് പിന്നിൽ? എന്താണ്? റാഫിദിന് ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല, പക്ഷേ വലിയ തോതിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ശരീരത്തിലൊക്കെ തന്നെ വലിയ മുറിവുകളും പാടുകളുമുണ്ട്. ഇന്നലെ കൊണ്ടോട്ടി കുന്നുമ്മൽ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ചികിത്സ തേടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ കരിപ്പൂർ പോലീസിന് ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ പോവുകയും പോലീസ് ഇപ്പോൾ റാഫിദിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ 10:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഉംറ തീർത്ഥാടനം കഴിഞ്ഞാണ് റാഫിദ് മാതാവിനോടൊപ്പം മടങ്ങിയെത്തുന്നത്. കരിപ്പൂരിലെത്തിയ റാഫിദ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ എൻട്രി എക്സിറ്റ് പാർക്കിങ്ങിനുള്ള ടോൾ പ്ലാസ ഉണ്ട്. ഈ ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ 27 മിനിറ്റാണ് ആയിട്ടുണ്ടായിരുന്നത്. അകത്ത് കയറി പുറത്തേക്ക് ഇറങ്ങാൻ 30 മിനിറ്റ് വരെ ഒരു ചാർജും അതിനുശേഷം മറ്റൊരു ചാർജുമാണ്. അപ്പോൾ 30 മിനിറ്റിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ അധിക ചാർജ് ഈടാക്കാനുള്ള ശ്രമത്തെ ഈ റാഫിദ് ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ അത് സമ്മതിച്ച ടോൾ പ്ലാസ ജീവനക്കാർ പിന്നീട് 40 രൂപ മാത്രം, അഥവാ 30 മിനിറ്റിന് അകത്ത് ചെലവഴിച്ചതിൻ്റെ 40 രൂപ മാത്രം അടച്ചാൽ മതിയെന്ന് റാഫിദിന് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ റാഫിദ് ഇത് ചോദ്യം ചെയ്തു. നിങ്ങൾ അധിക തുക ആവശ്യപ്പെടുകയും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണല്ലോ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തത്, ഇത് അന്യായമല്ലേ എന്നുള്ള ചോദ്യം റാഫിദ് ഉയർത്തിയതോടെയാണ് അത് വാക്കുതർക്കത്തിലേക്ക് പോയി. പിന്നീട് റാഫിദ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിലടിക്കുകയും 6ഓളം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ റാഫിദിന് കൂട്ടത്തോടെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണം. ഈ മർദ്ദനത്തിലാണ് റാഫിദിന് വലിയ പരിക്കേൽക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ ഈ ടോൾ പ്ലാസയ്ക്കും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർക്കുമെതിരെ വലിയ പരാതികളുണ്ട്. യാത്രക്കാർക്കെതിരെ മോശമായി പെരുമാറുന്നു, അപമര്യാദയെ പെരുമാറുന്നു, പലപ്പോഴും യാത്രക്കാരുമായി വാക്കുതർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു ആരോപണം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഒരു ഉംറ തീർത്ഥാടകൻ തന്നെ ഗുരുതരമായ രീതിയിൽ മർദ്ദനമേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അവിടെ എത്തുന്ന യാത്രക്കാരിൽ നിന്നും ചൂഷണം ചെയ്തുകൊണ്ട് വലിയ തോതിൽ കൊള്ള നടത്തുന്നു എന്നുള്ള ആരോപണമടക്കം ഇപ്പോൾ ഈ ടോൾ പ്ലാസയ്ക്കെതിരെ ഉയരുന്നുണ്ട്. 6 പേരടങ്ങുന്ന സംഘമാണ് ക്രൂരമായി മർദ്ദിച്ചത്. അഷ്കർ അലി കരിമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്.